ക്ലയൻറ്റിന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഈ ഒരു സ്ഥലത്ത് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച ഒരുപാട് കാലത്ത് ഒരു എന്താ പറയുക, അധ്വാനം കൊണ്ട് നേടിയ ഒരു സ്ഥലത്ത് എന്നുള്ള രീതിയിൽ ഒരു വാല്യൂ ആ ക്ലയൻറ്റിൻ്റെ സൈഡിലുണ്ട്. ഒരുപാട് നാളത്തെ ആഗ്രഹമാണ്. കാരണം ഇതുപോലൊരു സ്ഥലത്ത് നമുക്കൊരു വീട് ചെയ്യാമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ആഗ്രഹമുള്ളൊരു കാര്യമായിരിക്കും. പഴയ കാലത്ത് നൊസ്റ്റാൾജിയൊക്കെ ഈ ഭാഗത്തിന് ഉണ്ടാവും. കാരണം അവരുടെ തറവാടിനോട് ചേർന്നിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. അപ്പോൾ ഒരുപാട് മെമ്മറീസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ മെമ്മറീസിനെ റീകളക്ട് ചെയ്യുന്നൊരു വീടും കൂടിയാണ് ഈ പുഴയുടെ തീരത്തായിട്ട് നമ്മൾ ദി ബേ ഹൗസ് എന്ന് പറയുന്ന ഒരു പുതിയൊരു മോഡേണിസത്തിലേക്ക് നമ്മൾ ചെയ്തത്. അപ്പോൾ ഈ ഡിസൈനിൽ എപ്പോഴും മോഡേണിസം കൊണ്ടുവരണം. അന്ന് നമ്മളുടെ എലമെൻസും പ്രകൃതിയിലുള്ള കാര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് എലമെൻസും കാര്യങ്ങളും നല്ല വെളിച്ചവും ഈ പറയുന്ന വാട്ടർ ബോഡീസൊക്കെ നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലിവിങ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു ആ ഡിസൈനിലേക്ക് കൊണ്ടുവന്നത്. എൻ്റെ ഡ്രീമാണത്. എൻ്റെ ചെറുപ്പം തൊട്ടുള്ളൊരു ഡ്രീമാണ് ഇങ്ങനത്തെ ഒരു വീട് എന്നുള്ളത്. ഈ ഷേപ്പ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു ട്രോപ്പിക്കൽ, അന്നൊന്നും ട്രോപ്പിക്കൽ ഇല്ലെന്ന് പറഞ്ഞാൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഹൗസ് എന്നുള്ളതുണ്ടല്ലോ, ആ ഒരു ഇത് എനിക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റി. അതെൻ്റെ ഒരു ഡ്രീം തന്നെ. അതെനിക്ക് ചെയ്യാൻ ദൈവം സഹായിച്ചെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ.